ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെക്കമെൻഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻസൈഡ് ഔട്ട് 2. ഇൻസൈഡ് ഔട്ടിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ മൂവി എടുത്തേക്കുന്നത് തന്നെ വലിയവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്കതൊരു കളർഫുൾ മൂവി ആയിരിക്കും, പക്ഷേ വലിയവർക്ക് കുറേ ചിന്തിക്കാനും കുറേ രസകരമായ പോയിൻറ്റ്സ് അതിൽ പറയുന്നത് അത് നമുക്ക് ആസ്വദിക്കാനും നല്ല രസമാണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിലുള്ള പല ഇമോഷൻസ്, അതിൽ 5 ഇമോഷൻസാണ് ഉണ്ടായത്. അത് കുട്ടിയായിരുന്ന സമയത്ത്, അപ്പോൾ ആ സമയത്ത് അത് മെമ്മറി ഉണ്ടാക്കുന്നതും മെമ്മറി സ്റ്റോർ ചെയ്യുന്ന സ്ഥലവും പിന്നെ സാഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ സാഡ് ജോയ് ഓരോ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന റിഫ്ലക്ഷൻസും അതൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് അതിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കുഞ്ഞു കൊച്ചിന്ന് കുറച്ചുകൂടി വലുതാവുന്നതും അതൊക്കെയായിരുന്നു ഇൻസൈഡ് ഔട്ടിൽ ഫസ്റ്റിലുണ്ടായത്. സെക്കൻഡിലെത്തിയപ്പോൾ ഞാൻ ഈ മൂവി റിലീസ് ചെയ്യുന്ന ട്രെയിലറും ഇതൊക്കെ കണ്ടപ്പോൾ അവർ ചിന്തിക്കുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. മൂവി കണ്ടു അയ്യോ ശരിക്കും നമ്മുടെ തലേന്ന് ഇങ്ങോട്ട് പോകും. അതേപോലത്തെ രസമായിട്ട് തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ആൾ ആ കൊച്ച് റിയലി എന്ന് പറഞ്ഞാൽ കൊച്ച് അത് പ്യൂബർട്ടിയിലേക്ക് കിടക്കാണ്, അത് ടീനേജിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ്, അപ്പോൾ ബ്രെയിനിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടാവണമെന്ന് അത് തന്നെ കാണിക്കുന്നുണ്ട്. അതിൽ കൺസോൾ തന്നെ ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന കൺസോൾ തന്നെ മാറുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂൾ ഇമോഷൻസ് വരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്യൂബർട്ടിയിൽ ഉണ്ടാകുന്ന ആ ഫീലിങ്സ് നമുക്ക് ശരിക്കും മനസ്സിലാവും. അതിൽ ചെറിയൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് എക്സ്ട്രാ ഇമോഷൻസ് കാണിക്കുന്നത് നമുക്ക് കാണാറുണ്ട് ആ ഏജിൽ. അത് കറക്റ്റായിട്ട് അത് കൺസോളിൽ ഡിഫറൻസ് വർത്തിച്ചിട്ടുണ്ട് അവർ. അത് എനിക്ക് പറയാനറിയില്ല അതെങ്ങനെയാണ് അവർ അത്രത്തോളം ചിന്തിച്ച് ഒരു രക്ഷയില്ല ആ കൺസെപ്റ്റൊക്കെ. പിന്നെ പുതിയ ഇമോഷൻസ് കൊണ്ടുവരുന്നത് ആൻസൈറ്റി, എൻവി, എംബാരസ്മെൻറ്റ്, ബോർഡം. അയ്യോ, ഈ 4 ഇമോഷൻസ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീനേജ് കാലത്ത് കുട്ടികളുടെ ഇതിൽ കാണുന്ന ഒരു സംഭവമാണ്. അവിടെ തൊട്ടാണ് അവർക്ക് ഈ സാധനങ്ങൾ കൂടുതലും നമ്മൾ കാണാം. എംബാരസ്മെൻറ്റ് അതൊക്കെ നല്ല ഒരു രസമായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആൻസൈറ്റിയുടെ അത് ശരിക്കും പറഞ്ഞാൽ ആൻസൈറ്റി കൂടിപ്പോയിട്ട് അത് ആ ഇമോഷൻ്റെ എഫക്റ്റ് കൂടി പോകുന്നതും അത് ഏത് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതും അതൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ഇമോഷൻ ഇടയ്ക്ക് വന്ന് കാണിച്ചു പോകുന്നുണ്ട്. അത് പിന്നെ ഏജ് ആയതുകൊണ്ട് അതിൽ എത്രത്തോളം അതുകൊണ്ട് അത് തിരിച്ചു പോകും. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ ഇമോഷൻ എനിക്ക് തോന്നാൻ കുറച്ചുകൂടി അത് വലുതാവുമ്പോൾ നൊസ്റ്റാൾജിയ ഇമോഷന് കുറച്ചുകൂടി വർക്ക് ചെയ്യാനുണ്ടാവും എന്നെനിക്ക് തോന്നണം. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നൊസ്റ്റാൾജിയനെ കാണിച്ചു പോകുന്നുണ്ട്. അത് അടിപൊളി, നമ്മുടെ മൈൻഡിൻ്റെ മെളിക്കോടെയാണ് അതിൻ്റെ കൺസെപ്റ്റ് പോകേണ്ടത്. അയ്യോ രക്ഷയില്ല. പിന്നെ അതിൽ അംബീഷൻസ് കാണിക്കുന്നത്, അത് നല്ല രസമായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. അംബീഷൻസ്, പിന്നെ ബ്രെയിൻ സ്റ്റോമിങ്, സർക്കാസം, അതൊക്കെ രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ വലിയവർക്കാണ് അതൊക്കെ മാച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും റിയൽ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതും ബ്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്നതുമായിട്ട് നമ്മൾ പിന്നെ മാച്ച് ചെയ്ത് നമുക്ക് ആസ്വദിക്കാൻ ഭയങ്കര രസമായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ഈ മൂവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള മൂവി അല്ല, അത് വലിയവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് ഇൻസൈഡ് ഔട്ട്. കുട്ടികൾക്ക് കുറേ കളേഴ്സും ഇതൊക്കെ കാണുമ്പോൾ രസമായിട്ട് തോന്നും. ഓരോ ക്യാരക്ടേഴ്സ്, ഓരോ ഇമോഷൻസൊക്കെ അവർക്ക് ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. ഞാൻ കുട്ടികളുടെ കൂടെ പോയി കണ്ടത്, പക്ഷേ ഞാനാണ് കൂടുതൽ ആസ്വദിച്ചത്, എൻ്റെ വൈഫും. അങ്ങനെ നമുക്ക് അതിൽ ഓരോ ഇമോഷൻ എന്താ ചെയ്യണതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അടിപൊളിയായിട്ടാണ് മൂവി ചെയ്തിരിക്കുന്നത്. ഇതിൽ പിന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാഗം കാണിക്കുന്നുണ്ട്. അത് ഐഡൻറ്റിറ്റി നശിക്കാൻ പാടില്ല, വേറൊരു ഐഡൻറ്റിറ്റി അതിലേക്ക് മാറാൻ പാടില്ല. അതൊക്കെയാണ് ഇതിലൊരു അതൊക്കെ ആ കൺസെപ്റ്റൊക്കെ കാണിക്കുന്നത് രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും എനിക്ക് ഈ മൂവി വളരെ ഇഷ്ടമായി. ഞാൻ സജസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാണ്. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 10-ൽ 9 കൊടുക്കും ഞാൻ. അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മൂവിയാണ്. സ്റ്റോറിക്കാണ്, സ്ക്രിപ്റ്റിനാണ് അതിന് ബലം. പിന്നെ പിക്സാറിൻ്റെ ആനിമേഷൻ നിങ്ങൾക്കറിയാലോ, അടിപൊളിയാണ്. അവരെ ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഓരോരുത്തരുടെ ഷേപ്പും അതൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് പിക്സാർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും അത് ആസ്വദിക്കാൻ പറ്റും. കുട്ടികളുടെ മൂവിയാണ്, ഞാനൊരു വലിയ ആളായി അഡൾട്ടായി എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ ഈ മൂവി കാണുക. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ്റെ പടങ്ങളൊക്കെ കാണുന്നത് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവിനെ കാണാൻ പറ്റും. അതുപോലെ ഡെപ്തുള്ള മൂവിയാണ്, സൂപ്പർ മൂവിയാണ്. അപ്പോൾ കാണണം.
തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തെങ്കിലും മൂവിയായിട്ടാണ് പറയണത് ഈ മൂവിക്ക്. അത്രയ്ക്ക് ഞാൻ ഹൗസ്ഫുള്ളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മൂവി കാണാൻ പോയപ്പോൾ. അത്രയ്ക്ക് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൂവി റെക്കമെൻഡേഷനായിട്ട് ഇനിയും ഞാൻ വരും. പിന്നെ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അതും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.